ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. അശ്വന്ത് കോക്ക്. നമസ്കാരം കോക്കെ. നമസ്കാരം. ഈ കോക്കിന്റെ കാര്യത്തിൽ കോക്ക് ഞാനിപ്പോൾ പറയുന്നത് മാനായും മയിലായും വരും എന്ന് പറഞ്ഞ പോലെ പല രൂപത്തിലൊക്കെയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇഷ്ടം പോലെ ഞാൻ ഇത് ഒറിജിനലാണോ മുടി എന്ന് വന്നപ്പോഴേ ഇത് ഒറിജിനലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ വീണ്ടും പല വിഗുകളൊക്കെയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് അല്ലേ? അതെ അല്ലേ, ചില സിനിമയ്ക്ക് ആവശ്യം വരും. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. ഈ കേട്ടതെല്ലാം പോയി കങ്കുവാ. ഈ മരക്കാർ ഇറങ്ങിയ വർഷം അത് മുതലാണ് യൂട്യൂബിൽ പച്ച പിടിച്ച് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള, ഒരുപാട് പണം മുടക്കിയിട്ടുള്ള, VFXന് നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ഒരു നാടകമാണ് മരക്കാർ. മിക്കതും പറയുന്നതിന്റെ പകുതിയെ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. കുറെ ഒഴിവാക്കി കളയും. ഫുൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് അത് വേറെ ആയിരിക്കും ലെവല്. ഈ പറഞ്ഞ രണ്ട് സൂപ്പർ സ്റ്റാർസിൽ ആരെയാണ് കൂടുതൽ? അല്ല, അത് ഞാൻ എപ്പോഴും പറഞ്ഞില്ല. ലാലേട്ടനായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പാടില്ല. കാരണം അദ്ദേഹം അത്രയും നാച്ചുറൽ ആയിട്ടുള്ള, അത്രയും ഇന്റൻസ് ആയിട്ടുള്ള നടനാണ്. പക്ഷെ പുതിയ മോഹൻലാലിനെ അങ്ങനെ കണക്കാക്കാൻ പറ്റുമോ? പറ്റൂല. ലാലേട്ടൻ ആഫ്റ്റർ ഒടിയൻ ഒരു ഉറപ്പ്, നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം തിയേറ്ററിൽ നിന്ന് ഒടിയൻ കണ്ടിട്ട്. അദ്ദേഹം ലാസ്റ്റ് ഒടിയന് മുമ്പ് ചെയ്ത ചിത്രം വില്ലനാ, ബി ഉണ്ണികൃഷ്ണൻ. അതിനകത്ത് ഗംഭീര പെർഫോമൻസ്. സിനിമ വലിയ വിജയമില്ലെങ്കിലും അതിനുശേഷം അങ്ങനെ ലാലേട്ടൻ കണ്ടിട്ടില്ല. പുതിയ ഉയരങ്ങളും പുതിയ പുതിയ മാനങ്ങളും ലാലേട്ടന് നമ്മൾ നേടിക്കൊടുക്കണം. എങ്കിലും പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ പടത്തിനെ പറ്റി മോശമായിട്ടെല്ലാം പറഞ്ഞ കോക്കെ നിന്റെ ചാനലും കാണൂല, നീയും കാണൂല എന്നൊക്കെ. ഈ പടം കൊള്ളൂലെന്ന് ഞാൻ അശ്വന്ത് കോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എവന്റെ യൂട്യൂബ് ചാനലല്ല, ഇനി അവന്റെ ഇൻസ്റ്റ അല്ല, എവന്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടു കൂടി അവസാനിക്കും. പലപ്പോഴും പല സിനിമക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം നേരിട്ട് ചോദിക്കുകയാണ്, ഹു ആർ യു ടു റിവ്യൂ എ ഫിലിം? അല്ല, ഞാനൊരു പൗരൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. എനിക്കത് മതി. അല്ലാതെ ഇവിടെ സിനിമാക്കാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല.